ചില നിലപാടുകൾ, ബിഗ് ബോസ് ഹൗസിൽ PR-മായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, പുറത്ത് നടക്കുന്ന ചർച്ചകൾ, അപ്പൊ ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അനീഷ് പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് എന്തുകൊണ്ടാണ് ധാരാളം സാധാരണക്കാരിൽപ്പെട്ട ആൾക്കാരെ എടുക്കുന്നില്ല എന്ന് ഒരു സംഭവം സാബു ചേട്ടനായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നിട്ട് അനീഷിൻ്റെതായിട്ടുള്ള പലവിധ ന്യായീകരണങ്ങളും അതിലേക്ക് എടുത്ത് നിരത്തുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള ഏത് കാറ്റഗറിയാണെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഒരു മത്സരാർത്ഥി മിടുക്കനാകുകയൊന്നും വേണ്ട, അത്ര മിടുക്കനാകുകയൊന്നും വേണ്ട, ഒരു ആവറേജ് മിടുക്കനായാലും ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള കാറ്റഗറി എന്ന് പറയുന്നതാണ് കോമണർ കാറ്റഗറി. കാരണം ബിഗ് ബോസിൽ 18ഓളം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്ത തലത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള, പലവിധ അഭിപ്രായങ്ങളുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിലിപ്പോൾ ഏറ്റവും കുറച്ച് പിന്തുണ മാത്രം കിട്ടുന്ന ഒരു കാറ്റഗറിയാണ് LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം അവരുടെ ആൾക്കാർ വളരെ കുറവാണ്, അവരുടെ ആശയങ്ങളോട് യോജിപ്പുള്ള ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ അവർ പറയുന്നതും നമ്മുടെ സമൂഹത്തിൽ അറിയണം, അല്ലെങ്കിൽ അങ്ങനെയും ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നത് നമ്മളെല്ലാവരും അറിയണം. എന്താണ് അവരുടെ ജീവിതം, എന്താണ് അവരുടെ കാഴ്ചപ്പാടുകൾ, എന്താണ് അവർക്ക് സമൂഹത്തോട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് അവരെ ഒരു പൊതുസമൂഹം ചേർത്ത് പിടിക്കേണ്ടത് എന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ സെലക്ട് ചെയ്യുന്നതാണ് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു വിഭാഗത്തെ. അതുപോലെ മതം കാര്യമായി പരിഗണിക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് മതപരമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ കൂടി അവർ ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് അപ്പം അതായത് ഇപ്പം എന്നെയൊക്കെ സെലക്ട് ചെയ്ത സമയത്ത് മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞാണ് സെലക്ട് ചെയ്തത്. അതായത് പുരുഷാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് സെലക്ട് ചെയ്യുക, അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് വ്യത്യസ്ത ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുക, അതിന്റെ ശരിതെറ്റുകൾ സമൂഹത്തിലേക്ക് വിലയിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് ഒരു ആർട്ടിസ്റ്റുകളെ ബിഗ് ബോസിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ, ഈ ഷോ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് അവർക്ക് ഇന്നലകളിൽ അറിയാവുന്ന മുഖങ്ങളാണ്. അതായത് ഒരു ആർട്ടിസ്റ്റിനെ അവർ കണ്ടിട്ടുള്ളത് അവരുടെ കഥാപാത്രങ്ങളായിട്ട് മാത്രമാണ് പലരെയും കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഷാനവാസിനെ നമുക്കെല്ലാം അറിയാവുന്നത് രുദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇതിലെ ഓരോ മത്സരാർത്ഥികളെ, ഇപ്പൊ അപ്പാനി ശരത്തിനെ നമ്മൾ അറിയുന്നത് അപ്പാനി രവി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തപ്പോൾ മുതലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മുമ്പിൽ വന്നു പോയിട്ടുള്ള, നമ്മളെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ ചെയ്ത വ്യക്തികൾ അവരുടെ പൊതുജീവിതത്തിൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകർ അവരെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഹൗസിനുള്ളിലും അഭിനയിക്കുകയാണോ, അവരും കഥാപാത്രമായി തന്നെയാണോ പെരുമാറുന്നത്, അവരുടെ റിയൽ നേച്ചർ ഇതാണോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രേക്ഷകർ അവർക്ക് അനുകൂലമായ രീതിയിൽ വോട്ട് നൽകുന്നത്. പക്ഷെ അനീഷ് ഇവിടെ വളരെ ബുദ്ധിപരമായിട്ട് സാബു ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കോമണർ കാർഡ് യൂസ് ചെയ്യുന്ന രീതിയാണുള്ളത്. ഇപ്പോ ബിഗ് ബോസ് സീസൺ 5 ആദ്യമായിട്ട് കോമണർ എന്ന് പറയുന്ന ഒരു പരിഗണനയിൽ ഒരു മത്സരാർത്ഥി വരുന്നത്. കോമണർ എന്ന് പറയുന്ന പരിഗണനയിൽ ഈ മത്സരാർത്ഥി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൗസിലുള്ള ആൾക്കാരെല്ലാം ആദ്യം പേടിക്കുന്നത് ഈ കോമണറെ ഒരു കാരണവശാലും തള്ളി പറയാൻ പാടില്ല. കാരണം കോമണർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം ആൾക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് അനീഷ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റ് അയാളുടെ കലാജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന സപ്പോർട്ടിനേക്കാളും ഫാൻസിനേക്കാളും ഏറ്റവും അധികം ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരുവൻ വരുമ്പോൾ അവൻ മത്സരാർത്ഥി എന്ന രീതിയിൽ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതുണ്ടെന്നുണ്ടെങ്കിൽ 100% വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ ഈ പറഞ്ഞതുപോലെ ഈ കോമണർ എന്ന് പറയുന്ന ഒരാൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കോമണർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് യാതൊരു കാരണവശാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഒരു നെഗറ്റീവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഞങ്ങളുടെ സീസണിൽ, അതായത് സീസൺ 5 എന്തുകൊണ്ടാണ് കോമണറായിട്ട് വന്ന ആൾ പുറത്തായത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ കോമണർ ആയതുകൊണ്ടാണോ? അല്ല, ഹൗസിനുള്ളിലെ അവരുടെ പെരുമാറ്റം പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അവർ ആ മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കാത്തതിനെ തുടർന്നാണ് അവർ പുറത്തായത്. ഇനി സീസൺ 6 വന്നാൽ രതീഷ് വെറുപ്പിച്ചതുപോലെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ പോലും, സീസൺ 6 എന്ന് പറയുന്നത് പൊതുവെ ഒരുപാട് ആൾക്കാർക്ക് വലിയ രീതിയിൽ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടായിട്ടുള്ള സീസണാണ്. സീസൺ വൈസ് അത് TRP വൈസ് അത് മികച്ചതാണ്, ഹിറ്റാണ് എന്നൊക്കെ പറയുന്ന സമയത്തും അത് മത്സരാർത്ഥി, അതായത് പ്രേക്ഷകർക്കിടയിൽ ആ ഒരു സീസണിന്റെ ടോട്ടൽ ഇമ്പാക്ട് വളരെ നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ രതീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി
കോമണർ കാറ്റഗറിയിൽ നിന്ന് വന്നു എങ്കിലും രതീഷ് കോമണറായിട്ടല്ലേ വന്നത്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ പറയുന്നതിന് തെറ്റുവല്ലോ ഉണ്ടോ? ഞാൻ കഴിഞ്ഞ സീസൺ ഒട്ടും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആദ്യം എവിക്റ്റ് ആയി പോയ ആള് രതീഷ് ആയിരുന്നു. അല്ല, ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതിനകത്ത് കാര്യം ഈ സീസൺ അധികം കാണാത്തത് കൊണ്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഇപ്പം ആദ്യത്തെ എവിക്ഷൻ നടന്ന രതീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടുന്ന് എവിക്റ്റ് ആയി പോയത് ആ സീസണിലെ ഏറ്റവും വെറുപ്പിച്ച മത്സരാർത്ഥി എന്ന നിലയിലായിരുന്നു ആ രതീഷ് എവിക്റ്റ് ആയി പോകാൻ കാരണം. ഇതിനെ തുടർന്ന് അധികം ഗെയിമൊന്നും കളിച്ചില്ലെങ്കിൽ പോലും കോമണർ പരിഗണനയിൽ വന്ന മറ്റ് രണ്ട് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു, റസ്മിനും നിഷാന, അങ്ങനെ ഈ രണ്ടുപേരാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഈ രണ്ടുപേരും പിന്നീട് തുടർന്ന് കുറച്ച് സമയം നിന്നു പോയിട്ടുണ്ട്. അത് അവരുടെ ഗെയിം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല, ഒരു ഈ സാധാരണക്കാരൻ എന്ന് പറയുന്നൊരു പരിഗണന. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ സാധാരണക്കാരൻ എന്ന പരിഗണന ഏറ്റവും അധികം കിട്ടുന്നതും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുമുള്ള ഒരു മത്സരാർത്ഥി അനീഷ് തന്നെയാണ്. പക്ഷെ അനീഷ് ഇത് ബോധപൂർവം എടുത്തുപയോഗിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അനീഷ് സ്റ്റാർട്ടിങ്ങിൽ അനുമോളോട് സംസാരിക്കുമ്പോൾ അനുമോളെ എനിക്ക് അറിയില്ല എന്ന് അനീഷ് പറയുന്നതും അനീഷിന്റെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ സമയത്ത് ആദ്യം ഞാൻ പോയി ഹഗ് ചെയ്ത ആള് അനീഷ് ആയിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അനീഷിന്റെ ഉള്ളിൽ ഒരു തോന്നൽ കിടക്കുകയാണ്, അഖിൽമാരാർക്കൊക്കെ എന്നോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നൊന്നും അഖിൽമാരാർക്ക് അറിയത്തില്ല. അപ്പം അയാളുടെ ഉള്ളിൽ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരോട് തോന്നിയിട്ടുള്ള ഒരു 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 എന്താ അസൂയെന്നോ കുശുമ്പെന്നോ അല്ലെ മറ്റെന്തെങ്കിലും ഘടകങ്ങളൊക്കെ എവിടൊക്കെയോ ഉള്ളിൽ കിടപ്പുണ്ടായത് കൊണ്ട് തന്നെ ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കിവിടെ സാധാരണക്കാരനായി നിൽക്കാനാണ് ഇഷ്ടം എന്ന രീതിയിലുള്ള ഒരു 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 സംഭവം ഭയങ്കരമായിട്ട് ജനത്തിനെ കടിച്ചേൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ജനങ്ങൾക്ക് എല്ലാ കാലത്തും ഒരുവൻ സാധാരണക്കാരനായി ഇരിക്കുമ്പോൾ മാത്രമാണ് ഇഷ്ടം. അവൻ രക്ഷപ്പെട്ട് അവൻ അടുത്തൊരു പ്രൊഫൈലിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്നലകളിൽ താൻ സാധാരണക്കാരനായി കണ്ട ഒരുവൻ തങ്ങളെക്കാളും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു, അവനെ ഇപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രശ്നം ഒരുപാട് ആൾക്കാരോട് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോ ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ ഒരു സുഹൃത്താണ് ജോജു ജോർജ്. മലയാള സിനിമയിൽ 14 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും മറ്റും കഷ്ടപ്പെട്ട് സ്വന്തമായി അധ്വാനിച്ച് ജീവിതം രക്ഷപ്പെട്ട ഇതേ ജോജുവിനോട് ഒരു കോൺഗ്രസ് സമരത്തിനിടയിൽ ഒരാൾ ചോദിച്ചത്, നിനക്ക് കാശിന്റെ അഹങ്കാരമാടാ എന്നൊരു സംഭവം പറയുകയുണ്ടായി. അപ്പൊ ഒരു കാലത്ത് ആത്മഹത്യ ചെയ്യാൻ നിന്നിരുന്ന ജോജു, കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ നിന്നിരുന്ന ജോജു, അയാള് സ്വന്തമായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്ഷപ്പെട്ട് അയാളൊരു നല്ല നിലയിലെത്തി പണം സമ്പാദിച്ച് അയാളുടെ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളെ പിന്നീട് ഒരു സാധാരണക്കാരനായി അംഗീകരിക്കാൻ പലർക്കും കഴിയില്ല. ഇപ്പം ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരമായി കഴിഞ്ഞപ്പോൾ അയാളെ നമ്മൾ തള്ളിപ്പറഞ്ഞു. കുറെയൊക്കെ സത്യത്തിൽ കലാഭവൻ മണിച്ചേട്ടന്റെ കാര്യത്തിലും ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ജനങ്ങൾക്കൊരു വലിയ പ്രശ്നമുണ്ട്, അവർ നമ്മളെ സാധാരണക്കാരനായി തുടരുന്നിടത്തോളം കാലം മാത്രമേ അവർ നമ്മുടെ ഒപ്പം നിൽക്കൂ. നമ്മൾ അവരിൽ നിന്നൊരു പടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഒരു ബോണ്ടിങ് നഷ്ടപ്പെടും. അതായത് ആ പർട്ടിക്കുലർ വ്യക്തിയും നമ്മുടെ ജനങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് നഷ്ടപ്പെടുകയും ആ ബോണ്ടിങ് നഷ്ടപ്പെടുന്നതോടുകൂടി ഇവൻ ഞങ്ങളുടെ ആരുമല്ല എന്നൊരു ചിന്ത പലപ്പോഴും പലർക്ക് വരാറുണ്ട്. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്, ഇത് വളരെ കൃത്യമായ ഈ പൾസ് അനീഷിന് അറിയാം. അതുകൊണ്ടാണ് അനീഷ് ഈ വളരെ കൃത്യമായിട്ട് ഹൗസിനുള്ളിൽ അനാവശ്യമായിട്ട് കോമണർ എന്ന് പറയുന്ന ഒരു പദവി എടുത്തു വെച്ച് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അയാൾ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, അയാൾ മികച്ച രീതിയിൽ മറ്റുള്ളവരുമായിട്ട് സംവദിക്കുന്നുണ്ട്. ആ സംവാദത്തിലൂടെ അയാൾക്ക് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് പോകുക. പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുക. പ്രേക്ഷകർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അനീഷ് ഒരു നല്ല മത്സരാർത്ഥിയാണ്, ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു മത്സരാർത്ഥിയാണ് അനീഷ് എന്നത് മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ നമ്മൾ അയാൾക്ക് വോട്ട് നൽകുക, അയാളെ നിലനിർത്തുക, അയാളെ വിജയിപ്പിക്കുക. അതിനപ്പുറം ഒരു പരിഗണനയും ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സെലിബ്രിറ്റിയും ഇല്ല, ആരുമില്ല. ഇപ്പോ സീസൺ 5 നിങ്ങൾക്കറിയാം, ഒരുപാട് ഹേറ്റേഴ്സ് എന്നെ പുറത്താക്കണം, എനിക്കെതിരെ വലിയ ക്യാമ്പയിൻ എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ആഴ്ച തന്നെ എന്നെ പുറത്താക്കണം, എനിക്ക് ആദ്യത്തെ ആഴ്ചയിലുള്ള സപ്പോർട്ട് 7% മാത്രമായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചത്, ഒരു 20 ദിവസം ഞാൻ എന്താണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ നിൽക്കാൻ കഴിയണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ ആദ്യത്തെ എവിക്ഷനിൽ ഞാൻ പുറത്താക്കാതിരിക്കണമെങ്കിൽ എനിക്കറിയാം 100% ഞാൻ എവിക്ഷനിൽ വരും. അപ്പൊ സീസൺ 5 നിങ്ങൾക്കറിയാം, എല്ലാവരും തുടക്കത്തിൽ എവിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ പേര് എന്റെ തന്നെ ആയിരുന്നു. കാര്യം പുറത്ത് തന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നുണ്ട്, പല ആൾക്കാരും എനിക്കെതിരെ ഇത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹൗസിനുള്ളിൽ ഞാൻ ചെയ്തത് ക്യാപ്റ്റൻ ആവാൻ ശ്രമിച്ചു. അങ്ങനെ ആദ്യത്തെ വീക്കിൽ ഞാൻ ക്യാപ്റ്റൻ ആയിട്ടാണ് ഞാൻ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ